അപ്പോൾ ചില കുട്ടികൾ വരാറുണ്ട്, നമ്മുടെ കൺപോള ഇങ്ങനെ ചിമ്മുന്നു, അടിക്കടിക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണം. ആ പേരൻസ് ചിന്തിക്കും എന്തോ പ്രശ്നമുണ്ട് എൻ്റെ കുട്ടികൾ. പ്രധാനമായ കാരണം എന്തായിരിക്കും? കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണിൻ്റെ സ്വാഭാവികമായിട്ടൊരു സ്ട്രെയിൻ വരുന്നതും അപ്പോൾ ഒരു ബലക്ഷയം വന്നിട്ട് നമ്മുടെ ലിഡ്സ് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഓവർ സ്ട്രെയിൻ, അത് കൂടുതൽ മൊബൈൽ ഡിവൈസസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിംസ് പ്ലേ ചെയ്യുമ്പോൾ ഓവർ സ്ട്രെയിൻ വന്നിട്ട് പീലി ഇങ്ങനെ വെട്ടാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പ്രധാനമായ കാര്യം ഡ്രൈ ആണ്. കുട്ടികൾക്ക് സാധാരണ വരാൻ പാടില്ല, കാരണം മുതിർന്നവർക്ക് അത് വരുന്നത് ഡ്രൈ സ്കിന്നിൻ്റെ കൂടെ ഡ്രൈ ആയി. കുട്ടികൾക്ക് എന്താ അത് വരാൻ കാരണം അത് ബ്ലിങ്ക് ചെയ്യുന്നില്ല. ബ്ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിൽ പുതിയ കണ്ണുനീര് വരത്തുള്ളൂ. ബ്ലിങ്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെ ഇരുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, ബ്ലിങ്ക് ചെയ്യാൻ കുട്ടി മറക്കുന്നു, കണ്ണുണങ്ങിപ്പോകുന്നു, അതാണ് ഡ്രൈ. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്, കാഴ്ച കുറയാം. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഒരു ടാബ്ലറ്റ് ഒരു കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ പോകാനുള്ളതേ ഉള്ളൂ. വേറൊന്ന് നെർവസ്നെസ്, കുട്ടികൾക്ക് വിഷമം, മനക്ലേശം, എന്തോതിലും വെപ്രാളം വരുമ്പോഴും നമ്മുടെ കണ്ണറിയാതെ ഇങ്ങനെ വെട്ടാറുണ്ട്. ന്യൂറോളജിക്കൽ കോസസ് വളരെ റെയറാണ്. നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും ചില ഡിസീസസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ റെയറാണ്. ഇതൊക്കെയാണ് സാധാരണ കുട്ടികളിലുള്ള കൺപോളയുടെ വെട്ടലുകളുടെ കാരണം.